ഹലോ ഗൈസ്. അപ്പോൾ ഇന്ന് വന്നത് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യമുണ്ട്. തലപ്പതി. ഓക്കെ. അപ്പോൾ പുള്ളിയുടെ റീസെൻ്റ്ലി കുറേ വീഡിയോസും കാര്യങ്ങളെല്ലാം ഇങ്ങനെ വരുന്നുണ്ട്. നമ്മളെല്ലാം അത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. സോ നമുക്ക് ആ വീഡിയോ എന്താണെന്നുള്ളത് കണ്ടതിന് ശേഷം ഞാൻ പെട്ടെന്ന് എനിക്കെന്താ പറയാനുള്ളതെന്ന് ഞാൻ അതിൽ പറയാം. ஓகே. பிரச்சனைகள்லாம் ஓடிட்டு இருக்கு இல்லையா? அதெல்லாம் நீங்க அதுக்கு போராடி ஹர்ட் ஆகுறதெல்லாம் நான் பார்க்குறேன். அதை பார்த்து எனக்கு ஹர்ட் ஆகுது. அதெல்லாம் நான் பார்த்துக்கிறேன். நாமளும் நீங்களும் சேர்ந்து மக்களோட பிரச்சனைகளை மட்டும் பார்ப்போம். அவ்வளவுதான். சரிங்களா? அவ்வளோலாம் ஹர்ட் ஆகுதுங்க. அதெல்லாம் வருத்தலாம் கிடையாது. சரியா? கான்ஃபிடென்ட்டா இருங்க. நல்லதே நடக்கும். வெற்றி நிச்சயம். കണ്ടിപ്പോ സാർ വെട്രി നിശ്ചയം താ. സോ ഇതാണ് എനിക്ക് പറയാനുണ്ടായിരുന്ന ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ദർ ആർ സർട്ടൻ തിങ്സ് ദാറ്റ് നമ്മൾ അതിൽ തലയിടണോ വേണ്ടയോ എന്നുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് മനസ്സിലാക്കാനുള്ള ഒരു മിനിമം കോമൺ സെൻസ് നമ്മളുടെ ഇന്നത്തെ എനിക്കറിയില്ല, സോഷ്യൽ മീഡിയ ആണെങ്കിലും പൊതുജനമാണെങ്കിലും അത് കാണിക്കുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. ലൈക്ക് ഞാൻ ഈ ഒരു ഇഷ്യൂ ഇപ്പൊ സംസാരിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ന്യൂസ് എല്ലാവരും അറിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇതിനെപ്പറ്റി സംസാരിക്കുന്നത്. സോ അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഡിവോഴ്സ് എന്ന് പറയുന്നത് ഇറ്റ്സ് ബിറ്റ്വീൻ 3 പീപ്പിൾ. ഓക്കെ. അത് പുള്ളിയുടെ വൈഫ്, പിന്നെ ഒരു ഗവൺമെന്റ് ബോഡി ലൈക്ക് നമ്മുടെ ജുഡീഷ്യറി, അതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കേണ്ട ഒരു കാര്യത്തിന് അതൊരു പൊളിറ്റിക്കൽ വെപ്പണായിട്ട് യൂസ് ചെയ്യാനും അതൊരു ഒരു നാണക്കേടാണ്, അതാണ് ഇതാണെന്ന് ഇപ്പോഴും ഇന്നത്തെ കാലത്തും അത് ചിന്തിക്കുന്ന ആൾക്കാരുടെ ആ ഒരു മെന്റാലിറ്റിയാണ് ഞാൻ പറയുന്നത്. ഇറ്റ്സ് നോട്ട് എ ബാഡ് തിങ്. സീരിയസ്ലി. ലൈക്ക് രണ്ടുപേർക്ക് ഒരുമിച്ച് ജീവിക്കാൻ പറ്റൂല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ ഡിവോഴ്സ് ചെയ്യണം. അല്ലാതെ ഒരുമിച്ച് അവര് എന്താണോ അനുഭവിക്കുന്നത് അത് ഒരു കുറെ നാൾ ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നെന്ന് പറയുന്നത് ഐ ഡോണ്ട് തിങ്ക് ഇറ്റ് ഇസ് ദ റൈറ്റ് തിങ് ടു ഡു. അപ്പൊ അവരുടെ പേഴ്സണൽ കാര്യങ്ങളും അവരുടെ പേഴ്സണൽ പ്രശ്നങ്ങളും കാര്യങ്ങളും എല്ലാം നമ്മൾ പോയി തലയിടേണ്ട ആവശ്യമില്ല. പുള്ളി അവിടെ നിൽക്കുന്നത് പുള്ളി ഒരു പൊളിറ്റിക്കൽ ഇതിലാണ് നിൽക്കുന്നത്. പൊളിറ്റിക്കൽ പാർട്ടി ഫോം ചെയ്ത് പുള്ളിക്ക് CM കാൻഡിഡേറ്റ് നിൽക്കുന്ന ഒരാളെ ആ രീതിയിൽ ജഡ്ജ് ചെയ്യുക. മനസ്സിലായി. ആൻഡ് നമ്മളിപ്പോൾ പറയുന്ന കാര്യത്തിലാണെങ്കിൽ വേറെ തരത്തിലുള്ള മോശം സ്വഭാവമോ കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ഡെഫിനറ്റ്ലി വി വിൽ ഹൈലൈറ്റ് ദാറ്റ്. പക്ഷെ ഇതെന്ന് പറയുന്നത് പുള്ളിയുടെ പേഴ്സണൽ ലൈഫിലാണ് ആൻഡ് ഹി ഈസ് നോട്ട് ഡൂയിങ് എനിത്തിങ് ഇല്ലീഗൽ. അത് നമ്മൾ ഈ മോറൽ ആസ്പെക്ട് മറ്റേതാണ്, നമ്മൾ മോറൽ പോലീസിങ് ചെയ്യേണ്ട ആവശ്യമില്ല. സീരിയസ്ലി നമുക്കത് ചെയ്യേണ്ട ഒരാവശ്യമില്ല. നമുക്കതിനുള്ള റൈറ്റും ഇല്ല. കാരണം നമ്മുടെ ലൈഫിൽ ഈ ഒരു ഇതുണ്ട് എന്ന് വെച്ചാൽ തെറ്റ് ചെയ്യാത്തവരാണെങ്കിൽ കല്ലെറിയട്ടെ. നമുക്ക് എല്ലാവർക്കും ലൈക്ക് നമ്മളോ അവിടെ ഇവിടെ എല്ലാം പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്ന ആൾക്കാരൊന്നുമല്ല. ആൻഡ് ഈ ഡിവോഴ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ നിയമ സംവിധാനത്തിൽ ചെയ്തു വച്ചേക്കുന്നത് ഇങ്ങനെയുള്ള സമയവും സന്ദർഭവും വരുമ്പോഴത്തേക്കും നമുക്ക് ഉപയോഗിക്കാനാണ്. ചേർന്ന് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ദ ബെസ്റ്റ് തിങ് ടു ഡു ഒരുമിച്ച് ജീവിച്ച് ഈ കിടന്ന് നരയിക്കുന്നതിനേക്കാളും പിരിയുന്നത് തന്നെയാണ്. അത് അവർക്ക് ചെയ്യാനറിയാം. അവരത് വളരെ ഡിസിപ്ലിൻഡ് ആയിട്ട് ചെയ്യും. പുള്ളി മാത്രമൊന്നും അല്ല. ഇപ്പം ഹൃത്തിക് റോഷൻ, അമീർ ഖാനൊക്കെ ഇപ്പോഴും ഫ്രണ്ട്സിനെ പോലെയാണ് അവര് പബ്ലിക്കിൽ വന്ന് അത്രയും ഫ്രണ്ട്സിനെ പോലെയാണ് അവർ ബിഹേവ് ചെയ്യുന്നത്. സോ നമ്മളും അതൊന്ന് കണ്ടുപഠിക്കേണ്ട ഒരു സിവിലൈസ്ഡ് ആയിട്ടുള്ള ഒരു രീതി ഇതിനും ഉണ്ട്. നമ്മളിപ്പോഴും ഡിവോഴ്സ് എന്ന് പറയുന്ന ഒരു കാര്യത്തിന് എന്തോ ഒരാൾമേൽ കരിതേൽക്കുന്ന പോലത്തെ കരിയുന്ന, ഇപ്പൊ അതും പൊളിറ്റിക്കലി കറക്റ്റ് അല്ല. ബട്ട് ഞാൻ പറഞ്ഞ ഒരു ഇത് മനസ്സിലായില്ല, ഒരു മെറ്റഫർ യൂസ് ചെയ്തതാണ്. സോ ഒരാളെ താറുമാറാക്കി കാണിക്കാൻ വേണ്ടിയുള്ള ഒരു സംഭവമായിട്ട് നമ്മളിങ്ങനെ എടുത്ത് കാണിക്കുകയും അത് ഒപ്പോസിഷൻ പാർട്ടി പിന്നെ പറയുകയും വേണ്ട. അത് അവന്മാര് പിന്നെ ഒട്ടും ഒരു രീതിയിലും ഇതില്ലാത്തവന്മാരെന്നാണ് പറയാം. കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മളൊരു വ്യക്തിക്കെതിരെ നമ്മൾ യൂസ് ചെയ്യാൻ പറ്റിയ ഇറ്റ്സ് നോട്ട് ഗ്രൗണ്ട്സ് ഫോർ എനിത്തിങ്. ലൈക്ക് നമുക്കത് വെച്ച് നമുക്ക് ഒന്നും പ്രൂവ് ചെയ്യാനില്ല. ഇറ്റ്സ് ദെയർ പേഴ്സണൽ തിങ്. അത് അങ്ങനെ തന്നെ അങ്ങ് വിടുക. നമ്മൾ പിന്നെ എടുത്തു വെച്ച് ഈ ചർച്ച ചെയ്യുക, അത് ചെയ്യുക, ഇത് ചെയ്യുക, നമ്മളിത് ഹൈലൈറ്റ് ചെയ്യുന്നത് തന്നെ ആക്ച്വലി ഇറ്റ്സ് നോട്ട് റൈറ്റ്. പിന്നെ ഈ ഒരു കാര്യം ഞാൻ ഇവിടെ വന്ന് പറഞ്ഞത് ലൈക്ക് ഐ ഫീൽ ലൈക്ക് നമ്മൾ ഇതിൽ ഇടപെടേണ്ട കാര്യമില്ല എന്ന് ഞാൻ മാത്രമല്ല, ഈവൻ റീസെന്റ് നമ്മുടെ അണ്ണാമലൈ എന്ന് പറഞ്ഞൊരു പുള്ളിയുണ്ട്, BJPയുടെ ലീഡർ ആയിരുന്ന പുള്ളി. ലൈക്ക് ഞാൻ ഈവൻ ദോ ഹീസ് വേറൊരു പൊളിറ്റിക്കൽ പാർട്ടിയാണ്, പുള്ളിയുടെ ആ ഒരു ഐഡിയോളജി കാര്യങ്ങളൊക്കെ ചെറിയ കാര്യങ്ങൾ എനിക്ക് തോന്നിയിട്ടുണ്ടെങ്കിലും ദ വേ ഹി ഹാൻഡിൽ ദിസ് ക്വസ്റ്റ്യൻസ് ആൻഡ് ദിസ് സിറ്റുവേഷൻ ഇറ്റ്സ് വെരി പ്രൊഫഷണൽ. പുള്ളി പറഞ്ഞ കാര്യം ലൈക്ക് നമുക്ക് റെസ്പെക്ട് തോന്നുക, അത് പഠിച്ച ആളാണെന്ന് നമുക്ക് മനസ്സിലാവും. അങ്ങനെ റെസ്പെക്ട് തോന്നുന്ന രീതിയിലാണ് പുള്ളി ആ കാര്യം അവിടെ പറഞ്ഞു തീർത്തത്. സോ നമ്മളും ആ രീതിയിൽ തന്നെ ആ കാര്യങ്ങൾ കാണുക, അത് അങ്ങനെ അങ്ങ് വിടുക. അല്ലാതെ ഇപ്പോഴും മറ്റേ ഈ പണ്ട് ഈ അമ്മൂമ്മമാർ ഇവിടെ പൈപ്പിന് ചൂട്ടിൽ ചെന്നിരുന്നിട്ട് ഈ നുണ പറയും.
അതുപോലെ ഈ കാര്യം എടുത്തുകൊണ്ട് ഈ എന്താണ് ഈ ഗോസിപ്സും കാര്യങ്ങളും എല്ലാം എടുത്തുകൊണ്ട് വന്നിട്ട് ശരിയായിരിക്കും അല്ലായിരിക്കാം, ഇറ്റ്സ് നൺ ഓഫ് അവർ ബിസിനസ്. നമ്മൾ അതവിടെ അങ്ങ് കളയുക. ഓക്കെ, പുള്ളിയെ ഇതിന്റെ പേരിൽ ജഡ്ജ് ചെയ്യാൻ ലൈക്ക് നോബഡി ഹാസ് ദ റൈറ്റ്സ് ടു ഡു ദാറ്റ്. അതിന്റെ പേരിൽ പുള്ളിയുടെ സ്വഭാവം മോശമാണെന്നോ അല്ലെങ്കിൽ പുള്ളി വേറൊരു ഇതാണെന്നോ അങ്ങനെയൊന്നുമല്ല. എല്ലാവരും സ്വാഭാവികമായിട്ട് മനുഷ്യന്മാർക്ക് പറ്റുന്ന എല്ലാ ഒരു ഇതും പുള്ളിക്കും ഉണ്ട് തീർച്ചയായിട്ടും. ആൻഡ് ഇറ്റ് ഈസ് നോട്ട് റോങ്. അത് തെറ്റായിട്ടുള്ള ഒരു കാര്യമൊന്നും പുള്ളി ഇല്ലീഗലായിട്ടുള്ള ഒരു കാര്യവും പുള്ളി ചെയ്തിട്ടില്ല. സോ ദാറ്റ്സ് ഓൾ ഗൈസ്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്നുള്ളത് ചിലപ്പോൾ തെറിവിളി കമന്റ്സ് കിട്ടാൻ ചാൻസ് ഉണ്ട്, കാരണം ഇതിനെതിരായിട്ട് സംസാരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. സോ എനിവേസ്, സ്ത്രീകൾക്കെതിരൊന്നുമല്ല ഇതെല്ലാം. ലൈക്ക് ഒരു സ്ത്രീ ഇപ്പം മാനസികമായിട്ട് ഒരാളോട് ചേർന്ന് പോകാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ബെറ്റർ ദാറ്റ് ദേ സെപ്പറേറ്റ്. ഞാൻ അതിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. സോ എനിവേസ് ഗൈസ്, ഐ വിൽ സീ യു ഗൈസ് നെക്സ്റ്റ് ടൈം. ബൈ.